ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ രാധികാമ്മ വരുണിനെ വിളിക്കുകയാണ്. നീ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ വരുൺ പറഞ്ഞു, ഞാൻ വരുന്നില്ല, അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതെൻ്റെ തലയിലേക്കിടും, പിന്നെ ഞാനായിരിക്കും പ്രശ്നക്കാരൻ, അമ്മ സഹിതം എന്നെ കുറ്റക്കാരനാക്കും, അതുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് വരുൺ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോണൊക്കെ കട്ട് ചെയ്യാണ്. അപ്പം ഗീതു ഇങ്ങനെ പറയുകയും ചെയ്തു, ഇത്രയും നേരം ഇനി എന്തായിരിക്കും ഗോവിന്ദേട്ടൻ പറയാൻ പോകുന്നത്, എന്തെങ്കിലും ഞാൻ രഹസ്യമായിട്ട് ഞങ്ങൾ പറയേണ്ട കാര്യം എന്തിനാണ് ഗോവിന്ദേട്ടൻ ഇത്ര പരസ്യമായിട്ട് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുകയാണ്. അപ്പം രേഖയുടെ അടുത്ത് പറയുകയും ചെയ്തു, എന്തിനാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ രേഖ പറഞ്ഞു, എൻ്റെ പെണ്ണെ നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, അത് ഗോവിന്ദേട്ടൻ പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള ഒരു കരാറ് കല്യാണമാണെന്നല്ലേ പറഞ്ഞിരുന്ന എല്ലാവർക്കും അറിയാം, പിന്നെ നിങ്ങളുടെ മറ്റേ കല്യാണത്തിൻ്റെ ഡൈവോഴ്സിൻ്റെ കാര്യം കോടതിയിൽ നടക്കുന്നുമുണ്ട്, അതിൻ്റെ എല്ലാം ഉണ്ട് പ്രശ്നങ്ങൾ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഗോവിന്ദേട്ടൻ എല്ലാവരുടെയും മുന്നേ വെച്ച് നിങ്ങളുടെ കാര്യം ഇങ്ങനെ പറയാൻ തുടങ്ങുന്നു. അപ്പം ഇത് പറഞ്ഞു, അതിൻ്റെ അങ്ങനൊന്നും വേണ്ടായിരുന്നു, ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ അതങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നു, ഇനി എല്ലാവരുടെയും മുന്നേ വെച്ച് പറഞ്ഞ് ഇനി എന്താണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവിന് ഇങ്ങനെ ആകെ ടെൻഷൻ. അപ്പോൾ രേഖ പറയുന്നത്, എൻ്റെ പെണ്ണെ നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, ആദ്യം നീ ഗോവിന്ദേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എവിടെ ഇപ്പോൾ ഹണിമൂണിന് പോകുന്ന കാര്യമൊക്കെ ആലോചിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം ഗീതു പറയുന്നു, ഞങ്ങൾക്ക് നല്ല ഹിമാലയൊക്കെ പോകണമെന്ന് പറഞ്ഞു, അത് നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോകണം, എന്നിട്ട് മൂടി പൊതിച്ച് കിടന്നുറങ്ങണം, നീ എന്നെ ഉറങ്ങാൻ പോകുന്നതാണോ അവിടെ എന്ന് പറയാം. അത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ AC ഇട്ടിട്ട് റൂമിൽ മൂടി പൊതിച്ച് കിടന്നുറങ്ങിയാൽ പോരാ, നിനക്ക് വേറെ എങ്ങോട്ടിലൊക്കെ പോകുന്ന കാര്യം ചെയ്യിക്കും, വല്ല ഇൻ്റർനാഷണൽ ട്രിപ്പുകളെക്കുറിച്ചൊക്കെ നീ ചിന്തിക്കുക, അല്ലാതെ നീ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗീതുവിൻ്റെ അടുത്ത് രേഖ. അപ്പോൾ ഗീതു പറയുന്നു, ഇല്ല എനിക്കിവിടെയൊക്കെ പോകണം, എനിക്ക് മഞ്ഞുകട്ടകളൊക്കെ പെറുക്കി ഗോവിന്ദേട്ടനെ എറിയണം, അങ്ങനെയൊക്കെ ഗീതു ഇങ്ങനെ പറയുകയാണ് രേഖ. അപ്പോൾ പറയാം, നീ നിനക്ക് നല്ലത് ഹിമാലയം തന്നെയാണെന്ന് പറയുന്നു, നീ ലൈഫൊക്കെ അങ്ങ് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറയാം കേട്ടോ ഗീതുവിനോട്. അപ്പോൾ രേഖയോട് ഗീതു പറയാണ്, രേഖേച്ചി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ ലൈഫ് എന്ന് പറയുന്നത്. അതെ, ഇങ്ങനെ പെട്ടെന്ന് രേഖയുടെ മുഖം മാറിയിട്ട് പറയുന്നത്, അതെ അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലേക്കാണ് ഞാൻ ലൈഫ് എൻജോയ് ചെയ്യുന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അത് കേൾക്കുമ്പോഴത്തേക്കും ഗീതുവിനൊരു വിഷമമാവുകയാണ്. രേഖ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ രേഖ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് കാണിക്കുന്നത്. ഗീതു വിജയലക്ഷ്മീനെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ രഞ്ജുവാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം രഹസ്യമായിട്ട് പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കും, ധ്യാൻ്റെ ജോലി ശരിയായോ എന്ന് ചോദിക്കും. ഇല്ല. അപ്പോൾ പറയാം, എന്നാൽ പിന്നെ ജിമ്മിൽ തന്നെ നിനക്ക് അങ്ങനെ ജോലിയുടെ ശരിയാക്കി കൊടുക്കല്ല, എനിക്കറിയാം നിങ്ങളവിടെ ജോലി കൊടുക്കുമെന്ന്, പക്ഷേ ധ്യാൻ അവിടെ നിന്ന് ജോലിക്കും ഇങ്ങനെ ഒരു ആത്മാഭിമാനമുള്ള, അപ്പോൾ അങ്ങനെ ജോലിക്കൊന്നും നിൽക്കില്ല, സ്വന്തം അധ്വാനം കൊണ്ട് കിട്ടുന്ന ജോലിക്കൊക്കെ പോകത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും, ആദ്യം താണേലും നല്ല കാര്യമാണ്, ഞാനും അങ്ങനെ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ഗീതം പറയും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്നിച്ചോ, ഞങ്ങൾ പുറത്തായോ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് വേഗം അവരുടെ വിജയലക്ഷ്മി അമ്മ വരുന്നത്. അപ്പോൾ അവരുടെ അമ്മ വന്നു കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, എന്താന്ന് പറയുമ്പോൾ പറയും, ഗീതു എന്ന് പറയാം സ്പീക്കറിലിടെ എന്താ സംസാരിച്ചതെന്ന് ചോദിക്കും. നീ ഇതുവരെ പറഞ്ഞോ, ഗോവിന്ദനോട് പറഞ്ഞോ? അപ്പോൾ പറഞ്ഞു, ഇല്ല. അപ്പോൾ പറയാത്ത എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ പറയും, ഞാൻ പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ പറയും, നീ ഇങ്ങനെ ജാടയും കാണിച്ചിരുന്നു, അന്നേരം എങ്ങനെ പറയാനാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, എൻ്റെ വിജയമ്മ എല്ലാ കാര്യവും സക്സസ് ആയി, ഇന്ന് എന്നോടുള്ള സ്നേഹമാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്, അതിനി അതെപ്പോൾ എന്നോട് പറയൂ എന്നുള്ള കാര്യത്തിലാണ് ടെൻഷൻ, ഇങ്ങനെ പറയും എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഇന്ന് തന്നെ എൻ്റെ അടുത്ത് പറയൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വിജയലക്ഷ്മിക്കും രഞ്ജുവിനും ഒക്കെ സന്തോഷമാട്ടോ. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും പറയും, ഇനി ഗോവിന്ദേട്ടൻ ഇങ്ങനെ ഇപ്പോൾ തന്നെ വരും, വന്നിട്ട് എൻ്റെ അടുത്ത് പറയൂ എന്ന് പറയും. അപ്പോൾ തന്നെ ഗോവിന്ദ് വരും, എന്നാൽ ശരി എന്ന് പറയുകയാണ്. എന്നിട്ട് ഗീതു ഫോൺ വയ്ക്കുക. എന്നിട്ട് വിജയലക്ഷ്മി പറയുകയാണ്, രഞ്ജുവിനോട് പറയണേ, ഇനിയിപ്പോൾ എന്ത് പറയാനാണ്, അവൻ ജാട മാറുമ്പം ഇവൾക്ക് ജാടയാകും, ഇവളുടെ ജാട പോകുമ്പോഴത്തേക്കും അവന് ജാട കാണിക്കാൻ തുടങ്ങും, ഇതെങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവാനാ, എനിക്കാണെങ്കിൽ ടെൻഷൻ ആവുക എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ പറയുന്നത് രഞ്ജു പറയുന്നുണ്ട്, എൻ്റെ അമ്മ ടെൻഷൻ ആവാതിരിക്കുക, അതൊക്കെ അവർ പറഞ്ഞോളൂ എന്ന് പറയുന്നു. എന്നിട്ട് പെണ്ണുങ്ങളായി കുറച്ചും കൂടെയൊക്കെ മര്യാദ വേണ്ടേ, അവൻ പറയുമ്പോൾ അവൻ്റെ അടുത്ത് ഒന്ന് താഴ്ന്നു കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത്ര ജാടയുടെ ഒന്നും ആവശ്യമില്ല, അവൻ്റെ അടുത്ത് ആ പ്രണയം ഒന്ന് തുറന്നു പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരിങ്ങനെ പറയുകയാണ് അങ്ങോട്ട് രഞ്ജു വിജയലക്ഷ്മിയും കൂടെ. അതേസമയം ഗീതു പറയാ ജാട ഇടാന്ന് പറഞ്ഞിട്ട് ഗീതു വേഗം താഴേക്ക് ഇറങ്ങി വരുവാണ്. അവിടെ നിന്നൊരു ന്യൂസ് പേപ്പർ എടുത്ത് ഗീതു ഭയങ്കര വായനയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ബാക്കി പേജൊക്കെ എന്തി അമ്മ, ഇതിൻ്റെ ഇങ്ങനെ ഗോവിന്ദ് വന്നത് അറിയാത്ത മട്ടിൽ ചോദിക്കുകയാണ്, ഇതിൻ്റെ പേജൊക്കെ എന്തി, അമ്മയാണോ ഇത് വായിച്ചിട്ട് ഇങ്ങനെ പേജൊക്കെ ഓർഡർ അല്ലാതെ വെച്ചത്? അപ്പോഴത്തേക്കും രേഖ പറഞ്ഞു, ഞാനൊന്നും അല്ല എന്ന് പറയുന്നു. എന്നിട്ട് ഗീതു ഭയങ്കര പത്രം വായന, സ്വർണ്ണത്തിനൊക്കെ എന്താ വില ഇപ്പോൾ എന്ന് വായിക്കാം. അപ്പോഴത്തേക്കും അയ്യപ്പദാസ് വന്നിച്ച് പറഞ്ഞു, അതേ മോള് ഉച്ചയായപ്പോൾ വായിച്ചിട്ട് രാവിലെ വായിക്കുമെന്ന് ഇച്ചിരി കൂടെ വിലക്കുറവുണ്ടായിരുന്നു സ്വർണ്ണത്തിനെന്നൊക്കെ പറയുന്നുണ്ട്.
അവരിങ്ങനെ അപ്പോൾ പറഞ്ഞു അപ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ വന്നോ, ഞാൻ കണ്ടില്ല, ഞാൻ വന്നിട്ട് കുറച്ച് നാളായതാ, നീ കണ്ടില്ലായിരുന്നോ എന്നെയെന്ന് ചോദിച്ചിട്ട് അപ്പോഴത്തേക്കും എല്ലാവരും ചിരിക്കണം, ഇത് ചമ്മി പോകുന്നു. അപ്പോഴത്തേക്കും ഇപ്പോൾ ദാസുറിന് മോള് ചമ്മി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ നീ എന്താ പറയാനുള്ളതെന്ന് ഇങ്ങനെ ചോദിക്കുന്നത് കാഞ്ചന ചോദിക്കുവാണ്. അപ്പോൾ കാഞ്ചന ചോദിക്കുന്നുണ്ട് എന്താ പറയാനുള്ളതെന്ന്. അപ്പോൾ പറയും അതൊക്കെ ഞാൻ പറഞ്ഞോളാം, പിന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് കാഞ്ചനയോട് അപ്പുറത്ത് പോകാം, ഇങ്ങനെ ഏതാണ്ട് എടുക്കാൻ പോകാൻ പറയും ഒക്കെ പറയുകയാണ്. നിങ്ങൾ പോയിരുന്ന് സംസാരിക്കാനൊക്കെ കാഞ്ചനയോട് പറയട്ടെ. അപ്പോൾ കാഞ്ചന ഇങ്ങനെ അപ്പുറത്തേക്ക് പോകാന്ന്. അപ്പോഴത്തേക്കും ഗോവിന്ദ് വേഗം എല്ലാവരോടുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുവാണ്. ഞാനേ ഒരു ഭാര്യയുടെ സങ്കടവും വിഷമവും കണ്ടില്ല എന്ന് വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറഞ്ഞു തുടങ്ങും. അപ്പോഴത്തേക്കും ഗീതു പറയും ശരിയാ ഗോവിന്ദേട്ടാ, എല്ലാം പറയണം, മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നും നടക്കരുത്, പറയാനുള്ളതൊക്കെ പറഞ്ഞോണം എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്കും ഗോവിന്ദ് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും രേഖയെ നോക്കുക ഗീതുവിനെ. അപ്പോഴത്തേക്കും ഗീതു ഇച്ചിരിക്കും അയ്യോ ഇപ്പോൾ പറഞ്ഞു ആവേശം ഇച്ചിരി കൂടിപ്പോയി, ഇങ്ങനെ പറയണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഗീതു വേഗം നിർത്തുവാണ്. എന്നിട്ട് ഗീതുവിൻ്റെ മുഖത്ത് ഭയങ്കര ചമ്മലും നാണമൊക്കെയാണ്. ഇത് കേൾക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഗീതു നിൽക്കുവാണ്. രാധികാമ്മയ്ക്കാണ് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇന്ന് അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പറയാനായിരിക്കും ഇവിടെ എല്ലാവരോടും ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറഞ്ഞത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് ശേഷം ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. എന്നിട്ട് ഗോവിന്ദ് പുറത്തേക്ക് നോക്കിയിട്ട് പറയും ഇങ്ങോട്ട് കയറി വരാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും കയറി വരുന്നത് വരുണാണ്. ഗോവിന്ദിന് അവർ പറഞ്ഞത് മനസ്സിലായില്ല. അതിലെ നായകൻ വരുണും നായിക രേഖയുമായിട്ടാണ് ഗോവിന്ദ് മനസ്സിലാക്കിയത്. ഗോവിന്ദ് അതുകൊണ്ടാണ് വരുണിനെ കൂട്ടിയാണ് വരുന്നത്. വരുണിനെ കാണുമ്പോഴത്തേക്കും രാധികാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഗീതു രേഖയൊക്കെ ഇങ്ങനെ ഒന്നും മനസ്സിലാകാത്ത പോലെ അന്തം വിട്ടിങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ രേഖയുടെ വിഷമം കണ്ടില്ല എന്ന് വയ്ക്കും. ഒരു ഭാര്യയുടെ ദുഃഖം എന്താണെന്നൊക്കെ എങ്ങനെ ഞാൻ കണ്ടില്ല എന്ന് വെക്കും. അതുകൊണ്ട് ഇങ്ങനെ വരുണിനെ ഞാൻ വിളിച്ചതെന്നൊക്കെ ഉള്ള കാര്യം ഇങ്ങനെ ഗോവിന്ദ് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും ഒന്നും മനസ്സിലാതെ ഞാൻ ചെയ്തത് ശരിയല്ലേ ഗീതു എന്ന് ചോദിക്കും. അപ്പം ഗീതു പറയും അതെ ശരിയാന്നൊക്കെ പറയും. വരുണിൻ്റെ വരവ് പിന്നെ നല്ല ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ല. അപ്പോഴത്തേക്കും വരുണ് വന്നേച്ച് വരുണിനെ രേഖേനെയും കൂടെ ഇങ്ങനെ ചേർത്ത് നിർത്തുവാണ് ഗോവിന്ദ്. എന്നിട്ട് പറയും അപ്പോഴത്തേക്കും വരുണ് പറയും നിനക്ക് പറയാനുള്ളത് പറഞ്ഞു, രേഖയോട് പറഞ്ഞു. അപ്പോൾ പറയും ഞാൻ ചെയ്തതിനൊക്കെ തെറ്റ്, എന്നോടൊക്കെ മാപ്പ് തരണം, ഇനി നമുക്ക് നല്ലൊരു ജീവിതം നയിക്കണമെന്നൊക്കെ പറഞ്ഞ് വരുണ് രേഖയുടെ തോളിലിങ്ങനെ ചേർത്ത് പിടിച്ചേക്കുവാണ്. അപ്പം അങ്ങനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് രേഖയോട് പറയും നിനക്കിനി ഇങ്ങനെ ഇവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ഇവിടുത്തെ ടേസ്റ്റൊക്കെ ചിലപ്പോൾ അവൻ മറന്നുപോയി കാണുമെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയുകയാണ്. ആർക്കൊന്നും മനസ്സിലാകാത്ത പോലെ എല്ലാവരും നിൽക്കുവാണ്, ഗീതുവും രേഖയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.